ഇന്നത്തെ അറിയിപ്പുകൾ. മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ലിങ്ക് വ്യാജമെന്ന മിൽമ. ഇത്തരം വ്യാജ സന്ദേശങ്ങളിൽ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സമൂഹമാധ്യമങ്ങളിൽ മിൽമയുടെ വാർഷികാഘോഷ സമ്മാനം എന്ന പേരിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്ന് മിൽമ അധികൃതർ അറിയിച്ചു. വാട്സാപ്പ് വഴി പ്രചരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകിയ വ്യക്തികൾക്ക് അക്കൗണ്ടിലെ പണം നഷ്ടപ്പെട്ടതായി മിൽമയ്ക്ക് പരാതി ലഭിച്ചിരുന്നു. 46 വർഷത്തെ പാരമ്പര്യമുള്ള മിൽമയുടെ പ്രശസ്തിക്കും വിശ്വാസ്യതയ്ക്കും കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന വ്യാജ വാട്സാപ്പ് സന്ദേശം സമൂഹമാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മിൽമ അറിയിച്ചു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളും വ്യക്തികളും വഴിയാണ് വ്യാജ സന്ദേശം പ്രചരിച്ചത്. ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മിൽമയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ ഇത്തരത്തിൽ പ്രചരിക്കുന്ന ലിങ്കുകൾ വ്യാജമാണെന്നും അത് ഫോർവേഡ് ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നീറ്റ് പുനഃപരീക്ഷ നാളെ. പുനഃപരീക്ഷ നടക്കാനിരിക്കെ കൂടുതൽ മാർഗനിർദ്ദേശങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നാളെ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കൂടുതൽ മാർഗനിർദ്ദേശങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രംഗത്തെത്തി. ഔദ്യോഗിക സന്ദേശങ്ങൾ 7827980287 എന്ന വാട്സാപ്പ് നമ്പറിലൂടെ മാത്രമായിരിക്കും ലഭിക്കുകയെന്നും ഇത് ബ്ലൂടിക്ക് വേരിഫൈഡ് നമ്പറാണെന്നും NTA അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് തിരികെ സന്ദേശം അയക്കാനാവില്ല. വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കില്ല. OTP ഒരിക്കലും ആവശ്യപ്പെടില്ല. പണമടയ്ക്കാൻ ആവശ്യപ്പെടില്ലെന്നും ചോദ്യപേപ്പർ സംബന്ധിച്ച ഒരു കാര്യവും ഉണ്ടാകില്ലെന്നും NTA അറിയിച്ചു. മറിച്ച് അത്തരത്തിൽ നീക്കം നടന്നാൽ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 അറിയിക്കണം. നാളത്തെ പരീക്ഷയ്ക്ക് പുതിയ അഡ്മിറ്റ് കാർഡ് ലഭിക്കും. വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. മെയ് 30 കാർഡ് ഉപയോഗിക്കരുതെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നു. അതേസമയം നാഷണൽ മെഡിക്കൽ കമ്മീഷന് കീഴിൽ വരുന്ന ഒരു മെഡിക്കൽ കോളേജും ഇന്നും നാളെയും വിദ്യാർത്ഥികൾക്ക് അവധി നൽകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾ മുൻപ് നടന്ന നീറ്റ് ക്രമക്കേടിന് പിന്നിലുണ്ടായിരുന്നുവെന്ന് കണ്ടാണ് കർശന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം കനത്ത പ്രതിസന്ധിയിലേക്കെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ഈ വലിയ സാമ്പത്തികാഘാതം മറികടക്കാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവ് ഒട്ടും പര്യാപ്തമല്ലെന്ന് ഉടമകൾ ആരോപിക്കുന്നു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര അനുവദിക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പിലാക്കിയതോടെ ഓരോ ബസ് ഉടമയ്ക്കും പ്രതിദിനം 1000 രൂപ മുതൽ 6000 രൂപ വരെ വരുമാന നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നാണ് അസോസിയേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വലിയ സാമ്പത്തിക ആഘാതം മറികടക്കാൻ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ ഒട്ടും പര്യാപ്തമല്ലെന്ന് ഉടമകൾ ആരോപിക്കുന്നു. പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിനും കൂടുതൽ വാഹനങ്ങൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നികുതിയിൽ 50% ഇളവ് നൽകാനാണ് ബജറ്റിൽ തീരുമാനമായത്. എന്നാൽ ഇത് വെറുമൊരു പ്രഹസനമാണെന്നാണ് ബസ് ഉടമകളുടെ പക്ഷം. വാഹന നികുതിയിലെ ഈ അളവ് കണക്കാക്കിയാൽ ഒരു ബസ്സിന് ഒരു ദിവസം ലഭിക്കുന്ന ഗുണം കേവലം 106 രൂപ 50 പൈസ മാത്രമാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിദിനം 6000 രൂപയുടെ വരെ നഷ്ടം സഹിച്ച് സർവീസ് നടത്തുന്ന തങ്ങൾക്ക് ഈ ചെറിയ തുക കൊണ്ട് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഉടമകൾ വ്യക്തമാക്കുന്നു. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യയാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്ന വലിയൊരു വിഭാഗം യാത്രക്കാർ KSRTCയിലേക്ക് മാറിയതാണ് ഈ വരുമാന തകർച്ചയ്ക്ക് പ്രധാന കാരണം. നിലവിലെ സാഹചര്യത്തിൽ ജൂലൈ 1 ശേഷം സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾക്ക് നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്നും വരുമാന നഷ്ടം നികത്താൻ നിലവിലെ നികുതി പരിഷ്കാരങ്ങൾ കൊണ്ട് സാധിക്കില്ലെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിലമ്പൂർ നഞ്ചൻകോട് മൈസൂരു റെയിൽവേ പദ്ധതി വീണ്ടും സജീവമാകുന്നു. സംസ്ഥാന ബജറ്റിൽ റെയിൽ പാതയ്ക്കായി 2 കോടി രൂപ അനുവദിച്ചതാണ് പ്രതീക്ഷകൾക്ക് വഴിവെച്ചത്. വർഷങ്ങളായി നിലച്ചിരുന്ന നിലമ്പൂർ നഞ്ചൻകോട് മൈസൂരു റെയിൽവേ പദ്ധതിക്ക് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 2 കോടി രൂപ പുതിയ പ്രതീക്ഷകൾക്ക് വഴിവെച്ചു. വയനാട് ഉൾപ്പെടെ ദക്ഷിണ കേരളത്തെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന നിർണായക റെയിൽ പാതയ്ക്ക് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലഭിച്ച ഏറ്റവും വലിയ മുന്നേറ്റമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. വയനാടിനും കേരളത്തിനും കർണാടകയ്ക്കുമിടയിലെ ബന്ധം ശക്തമാക്കുന്ന പദ്ധതിയാണിത്. നിലമ്പൂരിൽ നിന്ന് ആരംഭിച്ച് കക്കാടംപൊയിൽ, തിരുവമ്പാടി, ആനക്കാംപൊയിൽ, മേപ്പാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി വഴി ഗുണ്ടൽപേട്ടും നഞ്ചൻകോടും കടന്ന് മൈസൂരുവിലെത്തുന്ന 156 കിലോമീറ്റർ നീളമുള്ളതാണ് നിർദ്ദിഷ്ട പാത. വയനാടിന് നേരിട്ടുള്ള റെയിൽ കണക്ടിവിറ്റി നൽകുന്ന പദ്ധതി കൊച്ചി കർണാടക ചരക്ക് ഗതാഗതത്തിനും സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. മുൻ വയനാട് MP രാഹുൽ ഗാന്ധി പദ്ധതിയുടെ വേഗത്തിലുള്ള നടപ്പാക്കലിനായി നിരവധി തവണ ഇടപെട്ടിരുന്നു. നിലവിലെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിൽ വിഷയം ഉന്നയിച്ച് കേന്ദ്രത്തിന്റെ നിലപാട് തേടിയിട്ടുണ്ട്. DMRC മുഖേന FLS
DPR പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചിരുന്നെങ്കിലും സംസ്ഥാന ഫണ്ട് വിട്ടുനൽകാത്തതുമൂലം പദ്ധതി വൈകി. പിന്നീട് റെയിൽവേ മന്ത്രാലയം 5.9 കോടി രൂപ അനുവദിച്ച് DPR തയ്യാറാക്കി. ഹൈദരാബാദ് ആസ്ഥാനമായ ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഡബിൾ ലൈൻ റെയിൽ, ടണലുകൾ, എലിവേറ്റഡ് സെക്ഷനുകൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെട്രോമാൻ ഇ ശ്രീധരൻ അടുത്തിടെ റെയിൽവേ മന്ത്രിയെ കണ്ട് പദ്ധതി സംബന്ധിച്ച തടസ്സങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.